അടുത്തത് ഹൈപ്പർബോളയാണ്. ഹൈപ്പർബോള പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, എലിപ്സ് പോലെ തന്നെയാണ്. മറ്റേ അടുത്ത PF1 + PF2 = 2a ആയിരുന്നെങ്കിൽ ഇവിടെ PF1 - PF2 = 2a എന്നുള്ളതാണ്. അപ്പം ഇത് ഹൈപ്പർബോളയുടെ രണ്ട് ഫോക്കസ് F1 F2 -c,0 ആണ് കോർഡിനേറ്റ്. c,0 ഇവിടെ ഇത് പോയിന്റ് ആണ്, ഹൈപ്പർബോളയിലെ ഒരു പോയിന്റ് ആണ് P. കോർഡിനേറ്റ് x, y. ഇത് നമ്മുടെ മേജർ ആക്സിസും മൈനർ ആക്സിസും. ഓക്കെ, അപ്പം ഹൈപ്പർബോളയുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ ഹൂസ് ഡിസ്റ്റൻസസ് ഫ്രം രണ്ട് ഫിക്സഡ് പോയിന്റ്സ്. അതാണ് നമ്മുടെ ഫോക്കസുകൾ. ഫ്രം രണ്ട് ഫിക്സഡ് പോയിന്റ്സ് ഇൻ ദ പ്ലെയിൻ ഹാവ് എ കോൺസ്റ്റന്റ് ഡിഫറൻസ്. മറ്റടുത്ത് സെയിം ഡെഫിനിഷനാണ്, ഹാവിങ് എ കോൺസ്റ്റന്റ് സം എന്നുള്ളിടത്ത് ഇവിടെ കോൺസ്റ്റന്റ് ഡിഫറൻസ് എന്ന് വരും. അതായത് PF1 - PF2 = എ കോൺസ്റ്റന്റ്. അതാണ് നമ്മുടെ 2a എന്ന് പറയുന്നത്. അപ്പം സെയിം മറ്റേ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് നമ്മളിവിടെ ചെയ്യുമ്പം എന്ത് ചെയ്യും? √(x - c) അതായത് x + c the whole square plus y - 0 y square minus √(x - c) the whole square plus y square = 2a. അപ്പം നമ്മൾ പഴയ പോലെ തന്നെ ഒരാളെ അപ്പുറത്തോട്ട് കൊണ്ടുവന്നു. √(x + c) the whole square plus y square-നെ ഇവിടെ ഇട്ടിട്ട് നമ്മൾ 2a പ്ലസ് ആവേ പ്ലസ് √(x - c) the whole square പ്ലസ് y square എന്നാകും. ഇനി ഇത് പഴയ പോലെ തന്നെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ x + c the whole square. അപ്പോൾ നമ്മളിവിടെ +c the whole square plus y square = 2a 4a square plus x - c the whole square plus y square minus 2ab അല്ലേ? അല്ല സോറി, ഇവിടെ പ്ലസ് 2ab ആണ് വരുന്നത്, പ്ലസ് ആയതുകൊണ്ട് പ്ലസ് 2 × 2 4a × √(x - c the whole square പ്ലസ് y square എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സ്പാൻഡ് ചെയ്യുന്നു. പഴയ പോലെ തന്നെ സെയിം സ്റ്റെപ്പാണ്. x² + c² plus 2xc plus y square = 4a² plus x² plus c² minus 2xc plus 4a ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പോൾ x - c the whole square എന്ന് തന്നെ ഇടുന്നു പ്ലസ് y square. ഓക്കെ, അപ്പം ഇനി വെട്ടിക്കളയാൻ x² ഉണ്ട്, c² ഉണ്ട്, വേറെ ഒന്നും ഇല്ലല്ലോ. ഈ 2xc ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. 4xc പ്ലസ് y square = 4a² പ്ലസ് 4a ഈ y square വെട്ടി പോകേണ്ടതായിരുന്നല്ലോ. ആക്ച്വലി ഇവിടെ ഒരു y square ഉണ്ടായിരുന്നല്ലോ. y square വെട്ടിപ്പോകും കേട്ടോ. y square വെട്ടിപ്പോകും, എന്തോ എഴുതി തെറ്റി. അതായത് x + c പ്ലസ് y square ഇവിടെ എഴുതി, ഇവിടെ നമ്മളൊരു y square എഴുതാൻ വിട്ടുപോയി. അതുകൊണ്ടാട്ടോ ഇവിടെ ഒരു പ്ലസ് y square, ഈ y square-ന് ഇപ്പുറത്ത് എഴുതിയില്ല. y square വെട്ടിപ്പോയി, ഈ y square ഇല്ല. ഇപ്പം 4a² പ്ലസ് 4a √(x - c the whole square പ്ലസ് y square വരും. ഈ 4ഉം ഈ 4ഉം ഈ 4ഉം വെട്ടിപ്പോയി. ഇനി നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്യണം. ബിഫോർ ദാറ്റ് നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പുറത്തോട്ട് കൊണ്ടുവരാനുണ്ടോ? ഇല്ല. ഓക്കെ, ഇയാളെ ഇപ്പുറത്ത് കൊണ്ടുവരണം എന്ന് എനിക്ക് തോന്നുന്നു. യെസ്, ഇയാളെ ഇപ്പുറത്ത് കൊണ്ടുവരാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. x - a² = a √(x - c the whole square plus y square. ഇതിനെ ഇനി നമ്മൾ സ്ക്വയർ ചെയ്യുന്നുണ്ട്. ചെയ്യുമോ? ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുവാണേ. സ്ക്വയർ ചെയ്യുമ്പോൾ എന്താകും? x² c² പ്ലസ് a² സ്ക്വയർ a⁴ മൈനസ് 2xc a² അതേപോലെ തന്നെ a²
ഈക്വൽ ടു എ സ്ക്വയർ റൂട്ട് പോകും എക്സ് മൈനസ് സി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ അതെന്താകും എക്സ് സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2xc ആകത്തില്ലേ, പ്ലസ് വൈ സ്ക്വയർ. ഇനി ഇതിനകത്തോട്ട് എടുക്കുന്നു, ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ പിന്നെ എക്സ് സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എ റൈസ് ടു 4 മൈനസ് 2xc എ സ്ക്വയർ. ഇത് എഴുതിക്കൊണ്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും, നോക്കിയിരിക്കാതെ. എ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ സി സ്ക്വയർ മൈനസ് 2xc എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വൈ സ്ക്വയർ. അപ്പം നമ്മളിവിടെ 2xc എ സ്ക്വയർ 2xc എ സ്ക്വയർ ഇവിടെ വെട്ടിക്കളയുന്നു. പിന്നെ പഴയ പോലെ തന്നെ എക്സ് സ്ക്വയർ ടേംസിന് എല്ലാം ഇപ്പുറത്തുകൊണ്ടിരുന്നു, വൈ സ്ക്വയർ ടേംസിന് എല്ലാം ഇപ്പുറത്തുകൊണ്ടിരുന്നു. ബാക്കി എ സ്ക്വയർ അല്ല എ റൈസ് ടു 4 കിടക്കുന്നതിന് അപ്പുറത്ത് കൊണ്ടുപോകും. ഓക്കെ, ഓക്കെ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എക്സ് സ്ക്വയർ ടേംസിനെ വൈ സ്ക്വയർ ടേംസിനെ ഇപ്പുറത്ത് കൊണ്ടുവരുവാണ്. എക്സ് സ്ക്വയർ സി സ്ക്വയർ ഇവിടെ ഇടുന്നു, എ റൈസ് ടു 4നെ അപ്പുറത്ത് കൊണ്ടുവരാനുള്ളതാണ്. എ സ്ക്വയർ എക്സ് സ്ക്വയറിനെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. പിന്നെ എക്സ് സ്ക്വയർ സി സ്ക്വയറിനകത്ത് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇല്ല, ഇവിടെ ഉണ്ട് വൈ സ്ക്വയർ ഉണ്ട്, അപ്പോൾ അത് ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. ഈക്വൽ ടു എ റൈസ് ടു 4 അപ്പുറത്ത് പോയത് എഴുതി വെക്കണം. എ റൈസ് ടു 4 പിന്നെ ആരെവിടെ ഉള്ളത് എ സ്ക്വയർ സി സ്ക്വയർ ഉണ്ടല്ലേ, എ സ്ക്വയർ സി സ്ക്വയർ. അപ്പോൾ എ റൈസ് ടു 4 അപ്പുറത്ത് പോയപ്പോൾ മൈനസ് ആയി. ഈ മൈനസ് കളയണമല്ലോ നമുക്ക്, കഴിഞ്ഞ വർഷം ചെയ്ത പോലെ തന്നെ നമ്മൾ മൈനസ് കളയാൻ വേണ്ടി പഴയ സെയിം സ്റ്റെപ്പ് ചെയ്യുന്നു. അപ്പോൾ മൈനസ് കളഞ്ഞു കഴിയുമ്പോൾ ഞാൻ എഴുതുന്നില്ല, മൈനസ് കളഞ്ഞു കഴിയുമ്പോൾ എലിപ്സിൻ്റെ അകത്തെ പോലെ തന്നെ എക്സ് സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്ന് വരും. അത് എലിപ്സിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ എലിപ്സിൻ്റെ അറിയാവുന്നവർക്ക് ഇത് അറിയാം എങ്ങനെ വന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യുന്നു, ഇതിനെ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ വെച്ചിട്ട് ഹോൾ ടേമിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് വരും. ഇനി ഇത് ഞാൻ നേരത്തെ എലിപ്സിൻ്റെ കേസിൽ പറഞ്ഞായിരുന്നു. ഹൈപ്പർബോളയുടെ കേസിൽ നമ്മളിവിടെ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ സി അല്ലേ, ഇതാണ് നമ്മുടെ സി, ഇവിടം വരെയാണ് നമ്മുടെ സി. എ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ പാരബോള എവിടെയാണോ നമ്മുടെ ആക്സിസിനെ കട്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ എക്സ് ആക്സിസിനെയാണ് ഇവിടെ ഈ കേസിൽ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് വരച്ചിരുന്നത് തെറ്റം. എ എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ ഉള്ളൂ, അപ്പം എ ഇവിടെ വരെ ഉള്ളൂ, ഇത്രയും വരെ ഉള്ളൂ. അപ്പം ഇവിടെ എ ആണോ സി ആണോ വലുത്, സി ഇവിടെ വരെ ഉണ്ട്, എ ഇത്രയേ ഉള്ളൂ. അപ്പം എ ഈസ് ലെസ് ദാൻ സി, therefore എ സ്ക്വയർ ഈസ് ലെസ് ദാൻ സി സ്ക്വയർ. സോ എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഈക്വൽ ടു നെഗറ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എ സ്ക്വയർ മൈനസ് സി സ്ക്വയറിനെ നമ്മൾ ബി സ്ക്വയർ എന്ന് പറയുന്നു. ഈ കേസിൽ ബി സ്ക്വയർ ഈസ് നെഗറ്റീവ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇക്വേഷനിൽ നമ്മൾ ബി കൊടുക്കുമ്പം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇത് നോട്ടിൻ്റെ അകത്ത് കിടപ്പുണ്ടേ, ഈ നോട്ടിൽ കിടപ്പുണ്ട്, നോട്ടിൽ എഴുതിയേക്കുന്ന പോലെ തന്നെ എഴുതണേ. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ, ഇതുകൊണ്ടാണ് മൈനസ് വന്നത്. ഇത് എഴുതി വെക്കണം, എ സ്ക്വയർ ഇസ് ലെസ് ദാൻ സി സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കണം ഹൈപ്പർബോളയുടെ കേസിൽ. അധികം ഒന്നുമില്ല, 2 മാർക്കിന് ഒക്കെ ഡെറിവേഷൻ ഇത് ചോദിക്കത്തുള്ളൂ, എളുപ്പമുള്ള ഡെറിവേഷൻ ആയതുകൊണ്ട്. ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. എത്ര മിനിറ്റ് ആയിരുന്നു?